അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ പ്രശസ്തമായ വർക്കല പാപനാശം ആലിയിറക്കം തീരങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും താവളമായി മാറുന്നു. ആലിയിറക്കം മുതൽ പാപനാശം വരെയുള്ള തീരത്തോട് ചേർന്ന് കിടക്കുന്ന കൈതക്കാടുകളാണ് ഇപ്പോൾ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മയക്കുമരുന്ന് ഇടപാടിൻ്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലിയിറക്കം മുതൽ പാപനാശം ബീച്ച് വരെ തീരത്തിനടുത്തായിട്ട് കുറച്ച് കൈതക്കാടുകളുണ്ട്. അപ്പൊ ഈ കാടുകൾക്കിടയിൽ ഒരു റൂമിന്റെ സൗകര്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പല അറകളായിട്ട് തിരിയുന്ന രീതിയിൽ ഈ കൈതക്കാടുകളിൽ നടത്തുന്ന പല അനധികൃത പ്രവർത്തനങ്ങളും പുറത്തു വരേണ്ടതാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾ കോളേജ് യൂണിഫോമിലാണ് കുട്ടികളെയും കൊണ്ട് പലരും അവിടെ വരുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട് പല അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ കൈതക്കാടുകൾക്കിടയിലാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെയും അനാശാസ്യത്തിന്റെയും ഏറ്റവും വലിയൊരു പിടിയിലാണ്. അതുപോലെ അത് വർക്കലയിൽ ഏറെ കൂടുതലാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഏണിക്കൽ ബീച്ച്, ഏതാണ്ട് ആറാട്ടുകടവ് മുതൽ പാവനാവശ്യം വരെയുള്ള ബീച്ചിൻ്റെ സൈഡിൽ പടർന്നു നിൽക്കുന്ന കൈത ഉൾപ്പെടെയുള്ള കണ്ടൽക്കാടുകളുണ്ട്. അതിന് ഉള്ളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ഡ്രഗ്സിൻ്റെ ഉപയോഗവും നടക്കുന്നത്. പൂർത്തിയാകാത്ത കുട്ടികൾ സഹിതം കോളേജ് കുട്ടികളും മറ്റ് കൗമാരക്കാർ മിക്കവാറും അവിടെ തമ്പടിച്ച് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ ഉപയോഗം. അവിടെ ഒരു കാര്യം മറ്റുള്ളവരെ അറിയില്ല, റൂം എടുക്കേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് സൗകര്യം ഒരുങ്ങുന്ന രീതിയിലാണ് അവിടെ ഈ ഒരു കണ്ടൽക്കാട് വളർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാണ്, നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ ലഹരി മാഫിയും ക്രിമിനൽ സംഘങ്ങളും അവരുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നത്. പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണമൊന്നുമില്ലേ? പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ്റെ പേരിൽ വലിയ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വർക്കലയിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ സാന്നിധ്യമില്ല. എന്താണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം? ലഹരി വേട്ട പല രീതിയിൽ പോലീസ് നടപ്പിലാക്കുമ്പോഴും അതിന് വിവിധ പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമ്പോഴും വർക്കലയിൽ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രധാന പരാതിയാണ് അവിടുത്തെ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെത്തിയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇതിൽ ഒരു ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ സത്യം. വർക്കല പാപനാശത്ത് സ്കൂൾ കോളേജ് പ്രവൃത്തി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ അധികമായി എത്തുന്നത്. കൂടുതലും വർക്കലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി സംഘമായി എത്തുന്ന ഇവർ ഈ ബീച്ചിന്റെ പരിസരത്തുള്ള ബീച്ചിന്റെ ചേർന്ന് കിടക്കുന്ന കൈതക്കാടുകളിലാണ് അധിക സമൂഹം തമ്പടിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതിനകത്ത് ഈ കൈതക്കാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വളരെ വിശാലമായ രീതിയിൽ തന്നെ ഇവർക്ക് ഇരിക്കുവാനും അതിന് ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കൈതക്കാടുകളുള്ളത്. മാത്രമല്ല ഇതിന് പുറത്തേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. കാരണം ഈ കൈതക്കാടുകൾക്കുള്ളിൽ കിടക്കുന്ന ആൾക്കാരെ ആർക്കും പുറക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ വളരെ വളരെ സുരക്ഷിതമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാം. പോലീസിന്റെ സേവനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ തീരം കാക്കുന്നത് ആകെ 4 പോലീസുകാരാണ്. 4 ടൂറിസം പോലീസാണ് ഇവിടെ ഡ്യൂട്ടിക്കായി ഉള്ളത് ഒരു സമയത്ത്. ഈ ഏണിക്കൽ ബീച്ച് മുതൽ തിരുവമ്പാടി വരെ ഉള്ളത് ഈ ബീച്ച് പ്രദേശം എന്ന് പറയുന്നത് 7 കിലോമീറ്ററാണ്. 100 കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് ദിനവും വന്നു പോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എത്തുന്ന ഇവിടെ ടൂറിസം പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി ഒരു വനിതാ പോലീസ് പോലും ഇല്ല എന്നുള്ളതും വളരെ വിഷമകരമായ ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ ഈ കൈതക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഈ പ്രദേശത്ത് ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ടൂറിസ്റ്റുകളും ഈ ഭാഗത്ത് തമ്പടിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇവർ ഈ എത്തുന്ന വിദ്യാർത്ഥികളുമായും കുട്ടികളുമായൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ വർക്കല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. കല്ലമ്പലം അതുപോലെ തന്നെ വർക്കല ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നിരവധി MDMA കഞ്ചാവ് സംഘങ്ങളെയാണ്
പിടികൂടിയിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ശക്തമായ ഒരു പരിശോധന അല്ലെങ്കിൽ കർശനമായ ഒരു നിരീക്ഷണം ഈ പാപനാശം തീരത്ത് ഇവിടെ ലഹരി കൈമാറ്റം ചെയ്യപ്പെടാൻ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി പോലും പോലീസോ ടൂറിസം വകുപ്പോ എന്നും ഇതിൽ കർശനമായ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വാസ്തവം. മാത്രമല്ല, ഈ പാപനാശം മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കായി ഒരു നിരീക്ഷണ ക്യാമറയൊക്കെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി, ഏകദേശം 2 വർഷത്തിലേറെയായി ഈ ക്യാമറകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ തീരത്തും അതുപോലെ തന്നെ ഈ റിസോർട്ട് മേഖലകളിലൊക്കെ നിരവധി സംഘർഷങ്ങൾ നടക്കാറുണ്ട്. ഇതിൽ പ്രതികളെ തിരിച്ചറിയുന്നതിനോ മറ്റോ പോലും ഒരു ക്യാമറയുടെ സൗകര്യം പോലും പോലീസിന് ഈ ഭാഗത്തില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഈ അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് പറയുന്ന വർക്കല ഈ ടൂറിസം മേഖലയോട് ടൂറിസം വകുപ്പും സർക്കാരും പോലീസും എല്ലാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ ശക്തമായ പ്രതിഷേധം തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ട്. വ്യക്തമാണ്. അതാണ് അഭിലാഷ് സൂചിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. കാരണം ലഹരി മാഫിയുടെ താവളമായി ഇതുപോലുള്ള ടൂറിസം മേഖലകൾ മാറുമ്പോൾ നമ്മുടെ ടൂറിസം സാധ്യതകൾക്ക് തന്നെ മങ്ങലേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ, വിദേശികൾ എത്തുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും ഈ ലഹരി മാഫിയയുടെ ഭാഗത്തു നിന്നാണ്. അവരെ അമർച്ച ചെയ്യാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. നേതാക്കൾക്കെതിരെ തെളിവുകളുണ്ട്. MM വർഗീസ്, K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളാണ് വിചാരണ നേരിടേണ്ടത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിൽ AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. വലിയ തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ച്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? ടോമി, കേസുമായി ബന്ധപ്പെട്ട 83 പ്രതികളാണുള്ളത്. ഇതിൽ 55 പേർക്കെതിരെയുള്ള നടപടിയാണ് കോടതി വ്യക്തമാക്കിയത്. അതിൽ 28 പേർക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നുണ്ട്. തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ MP K രാധാകൃഷ്ണൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, അതുപോലെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർക്കെല്ലാം ഈ 28 പേർക്കും സമൻസ് കോടതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 4-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ PMLA കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 2021-ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും EDയും ഈ കേസ് അന്വേഷിക്കുക. CPM അടക്കം ഈ കേസിൽ പ്രതിയാണ്, പാർട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പാർട്ടിക്ക് വാങ്ങിക്കൂട്ടിയ ആസ്തി, ഈ പ്രതി പട്ടികയിലുള്ളവർ സമ്പാദിച്ചു കൂട്ടിയ ആസ്തി തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പലരുടെയും സ്വത്തുകൾ ED കണ്ടുകെട്ടുന്ന നീക്കങ്ങളിലേക്കൊക്കെ കടന്നിട്ടുമുള്ളതാണ്. അതുമാത്രമല്ല, ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞുള്ള രേഖകൾ കാട്ടി. അതുപോലെ ഒരേ ഈടിൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ പലരുടെയും വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ ലോണുകൾ നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇത്തരം വ്യാജ ലോണുകൾ നൽകിയതായി കണക്കിൽപ്പെടുത്തിയിരുന്നു. ഒരേ ഈടിൽ തന്നെ നിരവധി ലോണുകൾ അനുവദിച്ച സാഹചര്യം. അങ്ങനെ ബാങ്ക് ലോണുകളിൽ തന്നെ നിരവധി തട്ടിപ്പുകൾ നടത്തിയിരുന്നു. CPMന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.